പുത്തൻപാനയും മിശിഹ ചരിത്രവും മലയാളം പോർച്ചുഗീസ് നിഘണ്ടുവും രചിച്ച അർണോസ് പാതിരിയുടെ സാഹിത്യ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനം ലക്ഷ്യമിട്ട് പല അൽഫോൻസ കോളേജിൽ അർണോസ് പാതിരി ചെയർ ആരംഭിച്ചു. സാഹിത്യ അക്കാദമി അംഗം ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി അർണോസ് പാതിരി ചെയർ ഉദ്ഘാടനം ചെയ്തു. ബഹുമുഖ പ്രതിഭയായ അർണോസ് പാതിരിയെ അക്കാദമിക ലോകത്തിന് പരിചയപ്പെടുത്തുക, പാതിരിയുടെ സാഹിത്യ സാംസ്കാരിക സൃഷ്ടികളെ ആഴത്തിൽ പഠിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായാണ് പല അൽഫോൻസ കോളേജിൽ അർണോസ് പാതിരി അക്കാദമിയുടെ നേതൃത്വത്തിൽ അർണോസ് പാതിരി ചെയർ ആരംഭിച്ചിരിക്കുന്നത്. മലയാള ഗദ്യത്തിൻ്റെ വളർച്ചയെ ഏറെ സഹായിച്ച വ്യക്തിത്വമായിരുന്നു അർണോസ് പാതിരി. അർണോസ് പാതിരി പാശ്ചാത്യ നാട്ടിൽ നിന്നും കേരളത്തിലെത്തി സംസ്കൃതവും മലയാളവും ഹൃദയസ്ഥമാക്കി മലയാളം പോർച്ചുഗീസ് നിഘണ്ടു എഴുതുകയുണ്ടായി. ഇതോടൊപ്പം തത്വജ്ഞാനപ്രദമായ കവിതകൾ രചിച്ച വ്യക്തി എന്ന നിലയിലും മലയാള കാവ്യ സാഹിത്യത്തിൽ ഇടം നേടി. ചതുരന്ത്യം, മിശിഹ ചരിത്രം, പുത്തൻപാന തുടങ്ങിയ കൃതികളാണ് അർണോസ് പാതിരി രചിച്ചിട്ടുള്ളത്. അൽഫോൻസ കോളേജിൽ അർണോസ് പാതിരി ചെയറിൻ്റെ ഉദ്ഘാടനം കേരള സാഹിത്യ അക്കാദമി അംഗം ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി നിർവഹിച്ചു. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ ഷാജി ജോൺ അധ്യക്ഷനായിരുന്നു. തൃശൂർ അർണോസ് പാതിരി അക്കാദമി ഡയറക്ടർ ഫാദർ ജോർജ് തേനാടിക്കുളം അർണോസ് പാതിരി അനുസ്മരണ പ്രഭാഷണം നടത്തി. അർണോസ് പാതിരി നമ്മുടെ കേരളീയ മലയാളികൾ അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ട് കൊടുത്ത ഓമനപ്പേരാണ്, വിളിപ്പേരാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ ഏണസ്റ്റ് ഹാൻസ്ലേഡൻ എന്നാണ്. ഹാൻസ്ലേഡൻ കുടുംബ പേര് ജോൺ ഏണസ്റ്റ്. ഈ ഏണസ്റ്റ് ആണ് മലയാളീകരിച്ചപ്പോൾ അർണോസ്. പാതിരി ഒരു ഫാദർ എന്ന നിലയിൽ നിങ്ങളുടെ പ്രായത്തിലാണ് അങ്ങ് ജർമ്മനിയിൽ ഓസ്നാബ്രൂക്കിൽ ഒരു കോളേജ്, കാരോലിന കോളേജ് എന്നൊരു യൂണിവേഴ്സിറ്റിയാണ്, ഒരു സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് 2 ജർമ്മൻ വൈദികർ അവിടെ ചെല്ലുന്നു. ക്രൈസ്തവരായിട്ടുള്ള കുട്ടികൾക്ക് പറയാം, ദൈവം വിളിക്കാമെന്നൊക്കെ പറയുന്നു, വൊക്കേഷൻ പ്രൊമോഷൻ. ആർക്കാണ് മലബാറിലേക്ക് പോയി മിഷണറി വേല ചെയ്യുവാൻ താല്പര്യമുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഈ 18 വയസ്സുകാരൻ കൈകൊടുക്കുകയാണ്, എനിക്ക് താല്പര്യമുണ്ട്. കൂടുതലായിട്ട് അവിടുത്തെ പ്രിൻസിപ്പലിനോടും മറ്റുള്ള ആളുകളോടുമൊക്കെ ഈ വില്യം മേയർ ആൻഡ് ഫ്രാൻസിസ് വില്യം വെബർ ഇങ്ങനെയുള്ള ഫാദേഴ്സ് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്ത സർട്ടിഫിക്കറ്റ് ഐഡന്റിറ്റി സർട്ടിഫിക്കറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഈ കോളേജിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്ന വിദ്യാർത്ഥികളിൽ നമ്പർ 1 ആണ്, ഏറ്റവും ബെസ്റ്റാണ് ഈ പറയുന്ന ഏണസ്റ്റ്. ഉദ്ഘാടനം നിർവഹിച്ച ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി അർണോസ് പാതിരിയും മലയാള കവിതയും എന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി. മലയാള വിഭാഗം മേധാവി ഡോക്ടർ സിസ്റ്റർ റിയ മാത്യു, ഡോക്ടർ അനില തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അർണോസ് പാതിരിയുടെ കൃതികളും അദ്ദേഹത്തെ പറ്റിയുള്ള രചനകളും മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് ലൈബ്രറിക്ക് സമർപ്പിച്ചു. അർണോസ് പാതിരി അക്കാദമിയും മലയാള വിഭാഗവും തമ്മിലുള്ള ധാരണാപത്രവും ഒപ്പുവെച്ചു. വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ നിലാവ് എന്ന കയ്യെഴുത്തു മാസികയുടെ പ്രകാശനവും നടന്നു. വിദ്യാർത്ഥിനികൾ പുത്തൻപാന ആലപിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.